കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വാക്കുകളിലേക്ക് കടക്കാം. അപ്പ് സ്റ്റേജും ഡൗൺ സ്റ്റേജും. ഒരു മിനിറ്റ്. ഇത് നമ്മുടെ സ്റ്റേജാണെന്ന് വിചാരിക്കുക. ഇത് സ്റ്റേജിൻ്റെ ഹാഫ്. ഇവിടെ ഓഡിയൻസ് ഇരിക്കുന്നു. ഇവിടെ 2 പേര് പെർഫോം ചെയ്യുന്നു. ഒരു നാടകമാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവർ ഓഡിയൻസിനെ നോക്കി പരസ്പരം നോക്കിയൊക്കെ ഇവർ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ ഓഡിയൻസ് ഇവിടെ നമ്മുടെ സ്റ്റേജിൻ്റെ ബാക്കിലെ ഈ പോർഷനെയാണ് നമ്മൾ അപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ ഈ പോർഷൻ നമ്മൾ ഡൗൺ സ്റ്റേജ് എന്ന് പറയും. ഇത് ഇവരുടെ നൗൺ ഫോമിൻ്റെ മീനിങ്ങാണ്. ഇനി അപ്പ് സ്റ്റേജിന് ശ്രദ്ധ ആകർഷിക്കാവുന്നൊരു മീനിങ് കൂടെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവരുടെ 2 പേര് ഓഡിയൻസിനെയും പരസ്പരവും നോക്കിയാണ് ഡയലോഗ് പറയുന്നത്. നാടകമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ നിന്ന ആൾ അവിടെ നിന്ന് പുറകിലേക്ക് മാറി. ഇയാൾ പുറകിലേക്ക് പോയപ്പോൾ ഇയാൾക്ക് എന്തായാലും ഇയാളെ ഫേസ് ചെയ്യാതെ പറ്റത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തിരിയും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ ഓഡിയൻസിനെയും ഇയാളെയും ഫേസ് ചെയ്തായിരിക്കും ഡയലോഗുകൾ പറയുന്നത്. അപ്പോൾ നോക്കി, ഓഡിയൻസ് നോക്കുമ്പോൾ അവർക്ക് ഇയാളുടെ ഫേസ് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഓഡിയൻസിൻ്റെ ശ്രദ്ധ മൊത്തം ഇയാളിലേക്ക് പോകും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്ന ആൾ അപ്പ് സ്റ്റേജിലേക്ക് മാറിയപ്പോൾ ശ്രദ്ധ ഇയാൾ പിടിച്ചു പറ്റി. അതായത് ഓഡിയൻസിൻ്റെയൊക്കെ ശ്രദ്ധ പുള്ളി തിരിച്ചു. അങ്ങനെയാണ് ശ്രദ്ധ തിരിക്കാന്നുള്ള മീനിങ് വരുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് മീനിങ് നോക്കാം. ദ റിയർ പാർട്ട് ഓഫ് ദ സ്റ്റേജ്. നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ അപ്പ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ ബാക്കിലെ പോർഷൻ. ഡൗൺ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹാഫ് ഓഫ് ദ സ്റ്റേജ്, സ്റ്റേജിൻ്റെ ഫ്രണ്ടിലെ പോർഷൻ. ഇനി അപ്പ് സ്റ്റേജിൻ്റെ അടുത്ത മീനിങ് എന്താ? സ്റ്റീൽ ദ ഷോ. ആ ഷോ സ്റ്റീൽ ചെയ്യുക, അതായത് പുള്ളിയുടെ ആക്കുക. അതായത് ഷോയുടെ അറ്റൻഷൻ മൊത്തം പുള്ളിയിലേക്ക് അങ്ങ് ആകർഷിക്കുക. ഡ്രോ അറ്റൻഷൻ ടു വൺസെൽഫ് അവേ ഫ്രം സംവൺ എൽസ്. അതായത് ആ ഷോയിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ പുള്ളി നൈസായിട്ട് പുറകിലേക്ക് മാറിയപ്പോൾ ഓഡിയൻസിൻ്റെ ശ്രദ്ധ മൊത്തം പുള്ളിയിലേക്ക് മാറി. ഇത് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ മാത്രമല്ല ഇത് വരത്തുള്ളൂ. ഇപ്പോൾ വേറെ എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഹി ഹാസ് മൂവ്ഡ് ടു ദ അപ്പ് സ്റ്റേജ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അടുത്തിലേക്ക് പോകും. സ്ക്രുപ്പിളും സ്ക്രുപ്പിൾസും. സ്ക്രുപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെയിലുള്ള കുറച്ച് എത്തിക്സ് അല്ലെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസ്, അതിനാണ് നമ്മൾ സ്ക്രുപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാളൊരു തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പോവുക. അപ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഇങ്ങനെ വരും, ഇത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കത് ഉപദ്രവമാണ്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനത്തെ ആ ഒരു പ്രിൻസിപ്പിൾസിനാണ് നമ്മൾ സ്ക്രുപ്പിൾ എന്ന് പറയുന്നത്. ഇനി അങ്ങനത്തെ പ്രിൻസിപ്പിൾസ് ഉള്ളയാളെ നമ്മൾ സ്ക്രുപ്പിൾസ് എന്ന് വിളിക്കും. ഇത് അഡ്ജക്റ്റീവാണ്. സ്ക്രുപ്പിൾ ഇത് ഒരു നൗണുമാണ്, പിന്നെ ഒരു വെർബുമാണ്. നമുക്ക് നോക്കാം. ഇത് നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആൻ എത്തിക്കൽ ഓർ മോറൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഇൻഹിബിറ്റ്സ് ആക്ഷൻ. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനെ തടയുന്ന കുറച്ച് എത്തിക്കൽ അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾ. ഈ എത്തിക്സ് അല്ലെങ്കിൽ മോറൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? അതായത് ഒരു ധർമ്മ അധർമ്മ ബോധം, അല്ലെങ്കിൽ ഒരു സദാചാര ബോധം, അല്ലെങ്കിൽ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് തിരിച്ചറിയാനുള്ളൊരു വിവേകം, അതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെ നമ്മൾ സ്ക്രുപ്പിൾസ് എന്ന് വിളിക്കും. ഇത് അഡ്ജക്റ്റീവാണ്. മനസ്സിലായോ? അടുത്തിലേക്ക് പോകാം. പോർട്ടബിളും പോർട്ടബിളും. ഈ പോർട്ടബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനത്തിനെയാണ് നമ്മൾ പോർട്ടബിൾ എന്ന് പറയുന്നത്. ഇത് അഡ്ജക്റ്റീവാണ്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റുന്ന, അതായത് സേഫ് ടു ഡ്രിങ്ക്, കുടിക്കാൻ പറ്റുന്ന എന്ത് സാധനം എടുത്താലും അതിനെ നമുക്ക് പോർട്ടബിൾ എന്ന് വിളിക്കാം. ഇതും ഒരു അഡ്ജക്റ്റീവാണ്. മീനിങ് നോക്കാം. ഓക്കെ. ഈസിലി ഓർ കൺവീനിയൻ്റ്ലി ട്രാൻസ്പോർട്ടഡ്. നമുക്ക് ഈസിയായും വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ ഡ്രിങ്കിങ്. നമുക്ക് കുടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏത് ലിക്വിഡ് എടുത്താലും അതിനെ നമുക്ക് പോർട്ടബിൾ എന്ന് വിളിക്കാം. അടുത്തത് ഡെബ്യൂട്ടും റിബട്ടും. ഈ ഡെബ്യൂട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അക്ഷയ് കുമാർ ഇൻ ഹീസ് ഡെബ്യൂട്ട് മൂവി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവം, അതിനാണ് നമ്മൾ ഡെബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി റിബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദിച്ച് ജയിക്കുക. അതായത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, നമ്മൾ അതിനെതിർത്തു, അങ്ങനെ വാദിച്ച് നമ്മൾ വാദിച്ച് ജയിക്കും. അതിനാണ് റിബട്ട് എന്ന് പറയുന്നത്. മീനിങ് നോക്കി. ദ ആക്ട് ഓഫ് സ്റ്റാർട്ടിങ് സംതിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു സംഭവം ചെയ്യുക, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ, പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക. ഇതിനെ നമ്മൾ ഡെബ്യൂട്ട് എന്ന് പറയുന്നത്. റിബട്ട് എന്ന് പറഞ്ഞാൽ ഓവർത്രോ ബൈ ആർഗ്യുമെൻറ്റ്. അതായത് നമ്മൾ വാദിച്ച് ജയിക്കുക, മറ്റേ ആളെ നമ്മൾ തള്ളി മറിച്ചിടുക. ബൈ ആർഗ്യുമെൻറ്റ്, എവിഡൻസ് ഓർ പ്രൂഫ്. നമ്മൾ വാദിച്ചോ അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിയോ അല്ലെങ്കിൽ തെളിയിച്ചോ നമ്മൾ മറ്റേ ആളെ
തോപ്പിക്കുക. അതാണ് റിബട്ടിൻ്റെ മീനിങ്. ഓക്കെ ആണല്ലോ, അടുത്തേക്ക് പോകാം. ക്യാനി അൺക്യാനി. ക്യാനി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ആൾ, അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധി എന്നൊക്കെ പറയും. അതുപോലെ ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെടാനും ആൾക്കാരൊക്കെ എടുത്ത് പറഞ്ഞു നിൽക്കാൻ തക്ക ബുദ്ധി സാമർഥ്യമുള്ള ആൾ, അതാണ് ക്യാനിയുടെ അർത്ഥം. അൺക്യാനി എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് മീനിങ് ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ മനുഷ്യർക്ക് അതീതമായ, അതായത് മനുഷ്യനെ കൊണ്ട് പറ്റാത്ത അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ, അങ്ങനെ അർത്ഥമുണ്ട് അൺക്യാനിക്ക്. മീനിങ് നോക്കി. ക്യാനി ഷോവിങ് സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഷ്രൂഡ്നെസ് ഇൻ ഡീലിംഗ് വിത്ത് അതേഴ്സ്. അതായത് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് എന്ത് വേണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, അങ്ങനെ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമൊക്കെ ഉള്ള ആൾ. അതിന് ഷ്രൂഡ്നെസ് ഇൻ ഡീലിംഗ് വിത്ത് അതേഴ്സ്. ഷ്രൂഡ്നെസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി സാമർഥ്യം, കുശാഗ്ര ബുദ്ധി. അതിന് ആൾക്കാരൊക്കെ ആയിട്ട് പറഞ്ഞു നിൽക്കാനും ആൾക്കാരായിട്ട് ഇടപെടാനും ഒക്കെയുള്ള ഒരു കഴിവ്, അതാണ് ക്യാനി എന്ന് പറയുന്നത്. അൺക്യാനി സർപ്പാസിങ് ദ ഓർഡിനറി ഓഫ് നോർമൽ. അതായത് നോർമൽ അല്ല, അത് നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു പ്രകൃതമല്ല. അത് ഒരു മീനിങ്. സജസ്റ്റിംഗ് ദ ഓപ്പറേഷൻ ഓഫ് സൂപ്പർ നാച്ചുറൽ ഇൻഫ്ലുവൻസസ്. അതായത് മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല, പക്ഷേ സൂപ്പർ നാച്ചുറൽ ഇൻഫ്ലുവൻസസ് ഉള്ള, അത് ഞാൻ പറഞ്ഞില്ലേ, സൂപ്പർ നാച്ചുറലായിട്ടുള്ള കഴിവ്, അതിങ്ങനെ മനുഷ്യനെ കൊണ്ട് പറ്റാത്ത തരത്തിലുള്ള കഴിവ്. പിന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് മീനിങ്, അതായത് ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ഇല്ല, ഒരു മൊത്തത്തിലൊരു മടിയും ചടപ്പൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സ്വഭാവം, അതാണ് ഈ അൺക്യാനിയുടെ മീനിങ്. അടുത്തിലേക്ക് പോകാം. പ്രൊക്ലമേഷനും അക്ലമേഷനും. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ വിളംബരം. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നാട്ടുകാരെ വിളിച്ചറിയിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോവിഡൊക്കെ കൂടി വരണം, അപ്പോൾ പഞ്ചായത്തിൽ എല്ലാ വാർഡും അടച്ചിടുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ അനൗൺസ്മെൻറ്റ് വരാറില്ല. അതാണ് പ്രൊക്ലമേഷൻ. അക്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർപ്പുവിളിയും കൈയടിയും. അതായത് ഇപ്പോൾ നമ്മളൊരു അവാർഡ് മേടിക്കാണ്ട് സ്റ്റേജിട്ട് കയറുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ പുറത്തു നിന്നിട്ട് ആർപ്പുവിളിയും കൈയടിയും ഒക്കെ ആയിട്ട്, അതിനാണ് അക്ലമേഷൻ എന്ന് പറയുന്നത്. മീനിങ് നോക്കാം. പ്രൊക്ലമേഷൻ ദ ഫോർമൽ ആക്ട് ഓഫ് പ്രൊക്ലൈമിങ്, അതായത് വിളംബരം ചെയ്യുക. ഗിവിങ് പബ്ലിക് നോട്ടീസ്, അതായത് ജനങ്ങൾക്കുള്ള വിളംബരം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പഞ്ചായത്തിലെടുത്ത് തീരുമാനം ആൾക്കാരെ അറിയിക്കുക. ഇതൊക്കെയാണ് പ്രൊക്ലമേഷൻ്റെ അർത്ഥം. അതുപോലെ അക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എ ഷൗട്ട് ഓഫ് അപ്രൂവൽ ആൻഡ് അപ്ലോസ്. ഷൗട്ട് എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാട്, അപ്രൂവൽ എന്ന് പറഞ്ഞാൽ അംഗീകാരം, അപ്ലോസ് എന്ന് പറഞ്ഞാൽ കൈയടി. അതായത് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്തൊരു പടം ഇറങ്ങി, അല്ലെങ്കിൽ നമ്മുടെ പുതിയൊരു കട തുടങ്ങി, അത് നമ്മളെന്തെങ്കിലും അവാർഡ് മേടിക്കുന്ന സ്റ്റേജിൽ പോകും, അപ്പോൾ നമ്മുടെ അറിയാവുന്നവർ നമ്മുടെ കൂട്ടുകാരൊക്കെ കൈയടിച്ച് ആർപ്പ് വിളിച്ച് അടിപൊളിയാക്കും. അതാണ് അക്ലമേഷൻ എന്ന് പറയുന്നത്. അടുത്തേക്ക് പോകും. അക്കംപ്ലിഷും അക്കംപ്ലിസും. അക്കംപ്ലിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ തുടങ്ങി അത് വിജയകരമായി പൂർത്തിയാക്കുക, അതാണ് അക്കംപ്ലിഷ്. അക്കംപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ നിന്ന ആൾ, അതൊരു നെഗറ്റീവ് സെൻസിലാട്ടോ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, എന്തെങ്കിലും കൊള്ളയടിക്കാൻ പോവോ, അങ്ങനെ ഇപ്പോൾ ഒരു കട തല്ലിപ്പൊളിക്കാൻ പോവോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ, അതിനാണ് അക്കംപ്ലൈസ് എന്ന് പറയുന്നത്. നമുക്ക് അക്കംപ്ലിഷ് കോസ് ടു ഹാപ്പൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി. അതായത് നമ്മളത് ചെയ്യുക, കംപ്ലീറ്റ് സക്സസ്ഫുൾ ആക്കുക. അക്കംപ്ലൈസ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു ജോയിൻസ് വിത്ത് അനദർ ഇൻ ക്യാരിങ് ഔട്ട് സം പ്ലാൻ. എന്തെങ്കിലും ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ കൂടെ ഉണ്ടാവുന്ന ആളാണ് അക്കംപ്ലൈസ്. എസ്പെഷ്യലി ആൻ അൺഎത്തിക്കൽ ഓർ ഇല്ലീഗൽ പ്ലാൻ. ക്ലിയർ ആയാലോ? അടുത്തത് സാപ്പിഡും ഇൻസിപ്പിഡും. സാപ്പിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേവറുള്ള ഫുഡ്, അതൊക്കെയാണ് അർത്ഥം. ഇൻസിപ്പിഡ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ്. നോക്കി, സാപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഫുൾ ഫ്ലേവറുണ്ട്. ഇൻസിപ്പിഡ് എന്ന് പറഞ്ഞാൽ ലാക്കിംഗ് ടേസ്റ്റ്, ഫ്ലേവർ. ടേസ്റ്റും ഇല്ല, ഫ്ലേവറും ഇല്ല. ലാക്കിംഗ് ഇൻട്രസ്റ്റും ഇല്ല, സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പാക്റ്റ്. ഒരു പ്രസക്തിയില്ല, ഇമ്പാക്റ്റും ഇല്ല. ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ ഇൻസിപ്പിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? അടുത്തതിലേക്ക് പോകും. എക്സാക്റ്റ്, എക്സാക്ഷൻ. എക്സാക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്, പക്കാ സാധനം. നമ്മൾ പറയത്തില്ലേ, കറക്റ്റ് എക്സാക്റ്റ് ആ പോയിന്റിൽ കൊള്ളിച്ചു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആൻസറാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് എക്സാക്റ്റ്. എക്സാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതായത് നമ്മൾ ബലം പിടിച്ച് എന്തെങ്കിലും പിടിച്ച് മേടിക്കുക, അല്ലെങ്കിൽ പിടിച്ച് പറിക്കുക, അതൊക്കെയാണ് എക്സാക്ഷൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? മീനിങ് നോക്കുക. ഓഫ് ഐഡിയാസ്, ഇമേജസ്, റെപ്രസെൻറ്റേഷൻസ്, എക്സ്പ്രഷൻസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെർഫെക്റ്റ് കൺഫോമിറ്റി ടു ഫാക്ട് ഓർ ട്രൂത്ത്, സ്ട്രിക്ട്ലി കറക്റ്റ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഐഡിയ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഇമേജ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എക്സ്പ്രഷൻസ്, അതെല്ലാം കറക്റ്റ്, പക്ക, വേണ്ടത് എന്തോരമാണോ അത്രയും തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവമാണ് എക്സാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഈ കൺഫോമിറ്റി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പഠിച്ചായിരുന്നു. കൺഫോം എന്ന് പറഞ്ഞാൽ ബി സിമിലർ, കറക്റ്റ് അത് തന്നെ ആവുക, അല്ലെങ്കിൽ അഡാപ്റ്റ് ആവുക, അതൊക്കെയാണ് കൺഫോമിൻ്റെ അർത്ഥം.
ഓക്കെ, എക്സാക്ഷൻ്റെ അർത്ഥം എന്താ? ആക്ട് ഓഫ് ഡിമാൻഡിങ് ഓർ ലെവിങ് ബൈ ഫോഴ്സ് ഓർ അതോറിറ്റി. അതായത് ബലം പിടിച്ച് എന്തെങ്കിലും നമ്മൾ പിടിച്ച് മേടിക്കുക, അല്ലെങ്കിൽ ലെവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവി ടാക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഇപ്പോൾ പൈസ പിരിക്കുക ബൈ ഫോഴ്സ് ഓർ അതോറിറ്റി. അത് നമ്മൾ ബലം പിടിച്ചോ അല്ലെങ്കിൽ നമ്മൾ അധികാരം ഉപയോഗിച്ചോ ആൾക്കാരെ എന്തെങ്കിലും മേടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മേലിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുകയോ ചുമത്തുകയോ ചെയ്യുക. അതാണ് എക്സാക്ഷൻ്റെ അർത്ഥം. അടുത്തതിലേക്ക് പോകാം. മ്യൂട്ടും മൂട്ടും. മ്യൂട്ട് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം, അതായത് സൈലൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ടി വിയിലൊക്കെ മ്യൂട്ട് ആക്കി കഴിഞ്ഞാൽ ഒച്ച പോകും, അത്രയേ ഉള്ളൂ. മൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇപ്പോൾ കെയർഫുള്ളായിട്ടൊന്ന് ചിന്തിക്കുക, പിന്നെ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ലാത്തൊരു സാധനം, പിന്നെ ഈ മൂട്ട് കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വക്കീലിന് പഠിക്കുന്ന സ്റ്റുഡൻസ് അവർ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു കേസ് അങ്ങനെ ചിന്തിച്ചുണ്ടാക്കും, എന്നിട്ട് അതിൻ്റെ മേലിൽ വാദിക്കും. അങ്ങനെ അർത്ഥം നോക്കുക. എ ഹൈപ്പോത്തറ്റിക്കൽ കേസ് ദാറ്റ് ലോ സ്റ്റുഡൻസ് ആർഗ്യൂസ് ആൻ എക്സസൈസ്. ഇത് നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതാണ് മീനിങ്, അതായത് മൂട്ട് കേസ്. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്. ലോ സ്റ്റുഡൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കേസ് ചുമ്മാ മനസ്സിൽ ആലോചിച്ചുണ്ടാക്കും, എന്നിട്ട് അതിനെ വാദിക്കും. ഇനി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ തിങ്ക് അബൌട്ട് കെയർഫുള്ളി, അത് കെയർഫുള്ളായിട്ട് തിങ്ക് ചെയ്യുക, അതാണ് വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ്. ഇനി അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു മീനിങ് ഉള്ളൂ കേട്ടോ, ഇത് ടൈപ്പിംഗ് എററാണ്. ഓഫ് നോ ലീഗൽ സിഗ്നിഫിക്കൻസ് ആസ് ഹാവിങ് ബീൻ പ്രീവിയസ്ലി ഡിസൈഡ്. അതായത് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല, അത് ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വെച്ചേക്കുവാണ്, ഇനി അതിന് വേറെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ ഇത്ര വാക്കുകളോട് ബാക്കി നമുക്ക് നാളെ പഠിക്കാം.